മലയാള സിനിമയിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട നടിയാണ് മുത്തുമണി സോമസുന്ദരൻ. സഹനടിയായി തിളങ്ങുന്ന താരത്തിന് നിരവധി ചിത്രങ്ങളാണ് ഇതിനോടകം ലഭിച്ചത്. പ്രധാനമായും മലയാള ചിത്രത്തിലാണ് താരം അഭിനയിക്കുന്നത്. അഭിനേത്രി, വക്കീൽ, നാടകനടി, TV അവതാരക എന്നിങ്ങനെ തിളങ്ങിയ താരത്തിന് ഇപ്പോൾ ഡോക്ടറേറ്റ് കൂടി ലഭിച്ചിരിക്കുകയാണ്. 2006 തുടങ്ങിയ സിനിമാ ജീവിതം ഇന്നും താരം ഒരു കുറവും തട്ടാതെ മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. 2006 സത്യനന്ദിക്കാടിന്റെ രസതന്ത്രം എന്ന ചിത്രത്തിലൂടെയാണ് മുത്തുമണി ആദ്യമായി അഭിനയിച്ചത്. അതിനുശേഷം വിവിധ മലയാള ചലച്ചിത്രങ്ങളിൽ ഇപ്പോൾ അഭിനയിച്ചു വരുന്നു. കല്യാണത്തിനും പ്രസവത്തിനും അഭിനയത്തിനുമിടയിൽ താരം നേടിയെടുത്തത് വലിയ നേട്ടം തന്നെയാണ്. എറണാകുളത്ത് സോമസുന്ദരൻ, ഷിർലി സോമസുന്ദരൻ എന്നിവരുടെ മകളായി 1987 മെയ് 23 മുത്തുമണി ജനിച്ചത്. അച്ഛനും അമ്മയും നാടകത്തിൽ സജീവമായിരുന്നു. അതുകൊണ്ട് തന്നെ താരത്തിനും നാടകത്തിലേക്കൊരു ചായ്വുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നാടകത്തിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹം താരത്തിന്റെ മനസ്സിൽ ഉടലെടുത്തു. എറണാകുളം സെന്റ് മേരീസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലാണ് മുത്തുമണി പഠിച്ചത്. ഓൾ ഇന്ത്യ റേഡിയോയിൽ ബാലതാരമായി മുത്തുമണി പ്രവർത്തിച്ചിട്ടുണ്ട്. നാടകം വിട്ട് പിന്നെ താരത്തിനിഷ്ടം സിനിമയോടായി. സിനിമയിൽ കയറുന്നതിനായി മോണോ ആക്ടും നൃത്തവും പഠിച്ചു. സ്കൂൾ കലോത്സവ വേദിയിൽ നിറസാന്നിധ്യമായിരുന്നു താരം. പിന്നീടാണ് തിയേറ്ററിലേക്ക് കടന്നു വരുന്നത്. അമച്വർ തിയേറ്റർ വിങ്ങിൽ സജീവമായി പങ്കെടുത്തിരുന്ന താരം M. മുകുന്ദന്റെ നോവലിനെ ആസ്പദമാക്കിയെടുത്ത ഒരു ദലിത് യുവതിയുടെ കഥനകഥയിൽ വസുന്ധര എന്ന മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. തുടർന്ന് നിരവധി നാടക കഥാപാത്രങ്ങൾ മുത്തുമണി ചെയ്തു. ഒറീസയിലെ തിയേറ്റർ ഒളിമ്പ്യാഡിൽ മുക്കാഞ്ചി എന്ന നാടകത്തിന് മികച്ച നടിക്കുള്ള അവാർഡ് കരസ്ഥമാക്കി. നാടകത്തിലെ പരുക്കൻ സ്ത്രീ വേഷമായ ചേത്തു എന്ന വേഷം അവതരിപ്പിച്ചു. ഇതിനിടെ 19-ാം വയസ്സിൽ താരം കല്യാണം കഴിച്ചു. തിരക്കഥാകൃത്തും തേവര സേക്രഡ് ഹാർട്സ് കോളേജിൽ ലെക്ചററുമായി ജോലി ചെയ്യുന്ന അരുൺ PR-നെയാണ് വിവാഹം ചെയ്തത്. വിവാഹത്തിന് ശേഷമാണ് സത്യനന്ദിക്കാടിന്റെ ചിത്രമായ രസതന്ത്രത്തിൽ അഭിനയിക്കുന്നത്. ലങ്കാലക്ഷ്മി എന്ന നാടകത്തിൽ അവർ മണ്ടോദരിയുടെ വേഷം അവതരിപ്പിച്ചിട്ടുണ്ട്. ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സിന്റെ മലയാളം ആഖ്യാനത്തിൽ അഭിനയിച്ചു. ഇതിൽ റഹേലായും അരുന്ധതി റോയിയായും അഭിനയിച്ചു. ചിലപ്പതികാരത്തിന്റെ അവസാന സെഗ്മെന്റായ മധുരകന്ധത്തിൽ മുത്തുമണി കണ്ണകിയായി അഭിനയിച്ചു. സത്യനന്ദിക്കാടിന്റെ ചിത്രങ്ങൾക്ക് ശേഷം പിന്നെ താരത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നീട് കിട്ടിയ കഥാപാത്രങ്ങളെല്ലാം തന്നെ മികച്ചതായിരുന്നു. മലയാളത്തിലെ പ്രമുഖ നടന്മാർക്കൊപ്പം താരം അഭിനയിച്ചു. വക്കീൽ കൂടിയായ താരം നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൽ നിന്നാണ് നിയമത്തിൽ ബിരുദം നേടിയത്. 22-ാം വയസ്സിലാണ് താരം അഡ്വക്കേറ്റായി എൻറോൾ ചെയ്യുന്നത്. പിന്നീട് നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് താരത്തിന് മറ്റൊരു സന്തോഷം കൂടി ജീവിതത്തിലേക്ക് എത്തുന്നത്. അഡ്വക്കേറ്റ് ആയതിനു പിന്നാലെ മുത്തുമണി ഗർഭിണിയാണെന്നറിയുന്നതും പിന്നീട് കുട്ടിയുണ്ടാകുന്നതും. നീണ്ട 15 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് മുത്തുമണി അമ്മയാകുന്നതായി അറിയുന്നത്. അതിനുശേഷം എറണാകുളം ഹൈക്കോടതിയിൽ അഭിഭാഷകയായി എൻറോൾ ചെയ്തു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കോർപ്പറേറ്റുകൾക്കും ആവശ്യമായ അടിസ്ഥാന പരിശീലനം നൽകുന്ന ഒരു ജീവിതശൈലി പരിശീലന കേന്ദ്രമായ പ്രേരണ എന്ന സംഘടനയിലാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. 37-ാം വയസ്സിൽ ഡോക്ടറേറ്റ് നേടിയതിന്റെ മറ്റൊരു സന്തോഷത്തിലാണ് ഇപ്പോൾ താരവും കുടുംബവും. ഉണ്ണി മുകുന്ദൻ നായകനായി എത്തിയ ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രമാണ് മുത്തുമണിയുടെ അവസാനമായി ഇറങ്ങിയ ചിത്രം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.